ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഡബിൾ ഓവർ ഹാങ്ങിങ് ബീം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ റിയാക്ഷൻ എ, റിയാക്ഷൻ ബി, ഷിയർ ആൻഡ് ബെൻഡിങ് മൊമെന്റ് അറ്റ് ഈ പോയിന്റ്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. സി എ ഡിസ്റ്റൻസ് സ്മോൾ എ, ബി ഡി ഡിസ്റ്റൻസ് സ്മോൾ ബി, എ ടു ബി ഡിസ്റ്റൻസ് ഇസഡ്, എ ബി ഡിസ്റ്റൻസ് എൽ. ഫസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് എ എന്ന് പറഞ്ഞ പോയിന്റിലെ റിയാക്ഷൻ ആണ് ഡ്യൂ ടു എ മൂവിങ് ലോഡ്. ഒരു മൂവിങ് ലോഡ് 1 കിലോ ന്യൂട്ടൺ. ആ 1 കിലോ ന്യൂട്ടൺ മൂവിങ് ലോഡ് ഈ ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ് ചെയ്ത് പോവാണ്. അപ്പോൾ മൂവ് ചെയ്യുന്ന സമയത്ത് എയിൽ ഡെവലപ്പ് ചെയ്യുന്ന റിയാക്ഷൻ വാല്യൂസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ മൂവിങ് ലോഡ് സി എയിൽ വരുമ്പോൾ റിയാക്ഷൻ എ എന്താണ്, പിന്നെ എന്ത് ചെയ്യും, ഇത് മൂവ് ചെയ്ത് പോകും. പിന്നെ ബി എ ബിക്ക് ഇടയിൽ വരുമ്പോൾ റിയാക്ഷൻ എ എന്താണ്, ബി ഡിക്ക് ഇടയ്ക്ക് വരുമ്പോൾ റിയാക്ഷൻ എ എന്താണ്, ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് സി എ ലെങ്ത്തിന് സി എയിൽ ലോഡ് വരുമ്പോൾ റിയാക്ഷൻ എ എന്തായിരിക്കും എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. മൂവിങ് ലോഡ് ഇങ്ങനെ മൂവ് ചെയ്ത് എന്ത് വന്നു, സി എയുടെ ഇടയിൽ വന്നു. അപ്പം നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന റിയാക്ഷൻ എന്തായിരിക്കും, എയിൽ ഡെവലപ്പ് ചെയ്യുന്ന റിയാക്ഷൻ എന്തായിരിക്കും എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യൂണിറ്റ് ലോഡ് at span AC at a distance x from A. അപ്പോൾ നമുക്ക് വേണ്ട വാല്യൂ എന്താണ്, റിയാക്ഷൻ എ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് പോയിന്റിലെ മൊമെന്റ് എടുക്കുന്നു, ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് ബി, ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് ബി. അപ്പോൾ ഇക്വേഷൻ വരുന്നത് ആർ എ ഇൻറ്റു എൽ മൈനസ് 1 ഇൻറ്റു എൽ പ്ലസ് എക്സ്. അവിടുന്ന് ആർ എക്ക് ഒരു ഇക്വേഷൻ എഴുതി, ആർ എ ഈസ് ഈക്വൽ ടു എൽ പ്ലസ് എക്സ് ബൈ എൽ. ഇനി എന്ത് വേണം, യൂണിറ്റ് ലോഡ് ഈസ് പ്ലേസ്ഡ് അറ്റ്, യൂണിറ്റ് ലോഡ് സി പോയിന്റിൽ വന്നപ്പോൾ എന്തായിരിക്കും, എക്സ് ഈസ് ഈക്വൽ ടു എ. അപ്പോൾ ഇക്വേഷനകത്ത് എൽ പ്ലസ് എ ബൈ എൽ. അപ്പോൾ യൂണിറ്റ് ലോഡ് സി പോയിന്റിൽ വരുമ്പോൾ എയിൽ ഡെവലപ്പ് ചെയ്ത റിയാക്ഷൻ എൽ പ്ലസ് എ ബൈ എൽ ആണ്. എൽ പ്ലസ് എ ബൈ എൽ യൂണിറ്റ് ലോഡ് സിയിൽ നിന്നപ്പോൾ എയിൽ ഡെവലപ്പ് ചെയ്ത റിയാക്ഷൻ എൽ പ്ലസ് എ ബൈ എൽ. ഇനി യൂണിറ്റ് ലോഡ് എന്ത് ചെയ്തു, യൂണിറ്റ് ലോഡ് എ പോയിന്റിലേക്ക് വന്നു. എ പോയിന്റിലേക്ക് വരുമ്പോൾ എക്സിന്റെ വാല്യൂ എന്തായി, 0 ആയി. എക്സിന്റെ വാല്യൂ 0 ആയി. അപ്പോൾ എയിൽ ഡെവലപ്പ് ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും, എൽ പ്ലസ് 0 ബൈ എൽ. അപ്പോൾ റിയാക്ഷൻ എ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ യൂണിറ്റ് ലോഡ് എ പോയിന്റ് വരുമ്പോൾ ആർ എയിൽ ഡെവലപ്പ് ചെയ്യുന്ന റിയാക്ഷൻ വാല്യൂ ഈസ് ഈക്വൽ ടു 1. അടുത്ത എന്ത് വേണം, നമുക്ക് യൂണിറ്റ് ലോഡ് ട്രാവൽ ചെയ്ത് അടുത്ത പോർഷനിലേക്ക് പോയി. അപ്പോൾ ഇവിടെ നമുക്ക് എ ബിയിൽ പ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബി ഡിയിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ ബി ഡിയിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഈ ബി എന്ന് പറഞ്ഞ പോയിന്റ് ലോഡ് നിൽക്കുമ്പോൾ എയിൽ ഡെവലപ്പ് ചെയ്യുന്ന റിയാക്ഷനും കിട്ടും. അപ്പോൾ ഇവിടെ ലോഡ് പ്ലേസ് ചെയ്താലും നമുക്ക് വേറെ പോയിന്റ് ആയിട്ട് ബി മാത്രമേ ഉള്ളൂ, വേറെ ഇടയ്ക്ക് പോയിന്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ ലോഡ് പ്ലേസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ബിയിൽ ലോഡ് എത്തുമ്പോൾ റിയാക്ഷനായി കിട്ടും. അത് കണക്ക് തന്നെ ബി ഡിയിൽ ലോഡ് പ്ലേസ് ചെയ്താലും ബിയിൽ ലോഡ് എത്തുമ്പോൾ റിയാക്ഷനായി കിട്ടും. അപ്പോൾ എ ബി സ്പാനിൽ നമ്മൾ ലോഡ് പ്ലേസ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ലോഡ് എവിടെ പ്ലേസ് ചെയ്തു, ബി ഡി സ്പാനിൽ ലോഡ് പ്ലേസ് ചെയ്തു. ഇനി എന്നിട്ട് ഏത് പോയിന്റിലെ മൊമെന്റ് കണ്ടുപിടിക്കണം, ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് ബി. അപ്പോൾ എന്ത് കിട്ടും, റിയാക്ഷനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ സ്റ്റെപ്സ് ഒന്ന് നോക്കാം. അതിന് മുന്നേ എന്താണ്, റിയാക്ഷൻ അറ്റ് എ എക്സ് ഇസ് ഈക്വൽ ടു 0, ആർ എ ഇസ് ഈക്വൽ ടു 1, അറ്റ് സി എക്സ് ഇസ് ഈക്വൽ ടു എ, ആർ എ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് എ ബൈ എൽ. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു. ബി ഡി സ്പാനിൽ ലോഡ് പ്ലേസ് ചെയ്തു, ബി ഡിയിൽ ലോഡ് പ്ലേസ് ചെയ്തിട്ട് ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് ബി. അപ്പോൾ ആർ എ ഇൻറ്റു എൽ 1 ഇൻറ്റു എക്സ്, ക്ലോക്ക് വൈസ് മൊമെന്റ്സ് എല്ലാം പോസിറ്റീവ് ആയിട്ട് എടുത്തു. അപ്പോൾ ആർ എ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ബൈ എൽ എന്നൊരു ആൻസർ കിട്ടി. ഇനി എന്താ ചെയ്യണ്ടേ, വെൻ ലോഡ് ഈസ് അറ്റ് ബി, ലോഡ് ബിയിൽ നിൽക്കുമ്പോൾ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും, ലോഡ് ബിയിൽ നിൽക്കുമ്പോൾ എക്സിന്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ റിയാക്ഷൻ അറ്റ് എ എന്തായിരിക്കും വരിക, റിയാക്ഷൻ അറ്റ് എ 0 ആയിരിക്കും വരിക. റിയാക്ഷൻ അറ്റ് എ 0. വെൻ ലോഡ് ഈസ് അറ്റ് ഡി, അപ്പോൾ എക്സിന്റെ വാല്യൂ എന്ത് വരും, ബി വരും. അപ്പോൾ ആർ എ ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എൽ വന്നു. അപ്പോൾ ലോഡ് നമ്മുടെ 1 കിലോ ന്യൂട്ടൺ ലോഡ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുമായിരുന്നു. അപ്പോൾ സിയിൽ എന്തായിരുന്നു, നമുക്കൊരു എൽ പ്ലസ് സിയിൽ കിട്ടിയ വാല്യൂ
L plus A by L. എയിൽ കിട്ടിയ വാല്യൂ 1, ബിയിൽ വന്നപ്പോൾ എന്തായി വാല്യൂ, ബിയിൽ വന്നപ്പോൾ വാല്യൂ 0 ആയി, ഡിയിൽ വന്നപ്പോൾ എന്തായി നെഗറ്റീവ് ആയി, -B/L. അപ്പോൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരച്ചു. ലോഡ് സിയിലെത്തിയപ്പോൾ റിയാക്ഷൻ അറ്റ് എ L plus A by L, ലോഡ് ബിയിലെത്തിയപ്പോൾ റിയാക്ഷൻ A1, ലോഡ് ബിയിലെത്തിയപ്പോൾ റിയാക്ഷൻ അറ്റ് എ എന്തായിരുന്നു 0 ആയിരുന്നു, ലോഡ് ഡിയിലെത്തിയപ്പോൾ റിയാക്ഷൻ അറ്റ് A -B/L ഓവർഹാങ് പോർഷനിലേക്ക് എത്തിയപ്പോൾ നെഗറ്റീവ് സൈൻ ആയിട്ട് മാറി. ഇനി അടുത്ത് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ഇൻഫ്ലുവൻസ് ലൈൻ ഫോർ റിയാക്ഷൻ അറ്റ് ബി. ഇപ്പോൾ നേരത്തെ ചെയ്ത് അതേ കണക്ക് തന്നെ എല്ലാ സ്റ്റെപ്സിലും എന്ത് ചെയ്യാം, ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് എ കാൽക്കുലേറ്റ് ചെയ്യുക റിയാക്ഷൻ അറ്റ് ബി കിട്ടാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യും, എ സി സ്പാനിൽ ലോഡ് പ്ലേസ് ചെയ്തു. എ സി സ്പാനിൽ ലോഡ് പ്ലേസ് ചെയ്തിട്ട് ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് എ. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് എ ചെയ്യുമ്പോൾ റിയാക്ഷൻ അറ്റ് ബി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും, 1 into x plus RB into L. അപ്പോൾ RB is equal to -x/L എന്ന ഇക്വേഷൻ കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ലോഡ് ഏത് പോയിന്റിൽ ഫസ്റ്റ് പ്ലേസ് ചെയ്ത് നോക്കണം, ലോഡ് സി പോയിന്റിൽ പ്ലേസ് ചെയ്യാം. ലോഡ് സി പോയിന്റിൽ പ്ലേസ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ എന്ത് വരും, x is equal to A എന്ന് വരും. x is equal to A വരുമ്പോൾ എന്ത് വരിക, x is equal to A. അപ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും, ആർ ബി വാല്യൂ എന്തായിരിക്കും വരിക, RB is equal to -A/L. -A/L എന്ന വാല്യൂ വന്നു. ഇനി അടുത്തതിൽ എവിടെ ചെയ്യാം, എയിൽ കൊണ്ടുവന്ന് ലോഡ് പ്ലേസ് ചെയ്യാം. എയിൽ ലോഡ് പ്ലേസ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ എന്തായി, എക്സിന്റെ വാല്യൂ 0 ആയി. അപ്പോൾ റിയാക്ഷൻ ബി 0. അപ്പോൾ എന്ത് മനസ്സിലായത്, ലോഡ് സി പോയിന്റിൽ നിൽക്കുമ്പോൾ റിയാക്ഷൻ ബി എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ലോഡ് ട്രാവൽ ചെയ്ത് എയിലേക്ക് എത്തിയപ്പോൾ റിയാക്ഷൻ ബി എന്തായി, 0 ആയി. ഇനി അടുത്ത പോർഷൻ കൺസിഡർ ചെയ്യുന്നത്, അടുത്ത പോർഷനിൽ സ്പാൻ ബി ഡി, സ്പാൻ ബി ഡിയിൽ പ്ലേസ് ചെയ്യാണ്. ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് എ ആയിരിക്കും നമുക്ക് വേണ്ട വാല്യൂ, റിയാക്ഷൻ ബി ആണ്. അപ്പോൾ RB into L കണക്കിന് -1 into L plus X. അപ്പോൾ RBക്ക് ഒരു വാല്യൂ കിട്ടും, RBയുടെ ഒരു ഇക്വേഷൻ വരും, RB is equal to L plus X/L. ഇനി എന്ത് ചെയ്യണം, നമുക്ക് യൂണിറ്റ് ലോഡ് ഡി പോയിന്റിൽ പ്ലേസ് ചെയ്യാം. ഡി പോയിന്റിൽ പ്ലേസ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും, x is equal to B. അപ്പോൾ ഇക്വേഷനകത്ത് എക്സിന്റെ വാല്യൂ B സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എക്സിന്റെ അടുത്ത് B സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ L plus B/L. അപ്പോൾ അറ്റ് ഡി RB വാല്യൂ L plus B/L. ഇനി ബി പോയിന്റിലാകുമ്പോൾ എന്തായിരിക്കും, ലോഡ് ബി പോയിന്റിൽ പ്ലേസ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ 0. അപ്പോൾ ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ L/L1. അപ്പോൾ RB is equal to 1. അപ്പോൾ ലോഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന റിയാക്ഷനിൽ വന്ന് നിൽക്കുമ്പോൾ എന്ത് വന്നു, ലോഡ് റിയാക്ഷൻ ബിയിൽ പ്ലേസ് ചെയ്തപ്പോൾ, ലോഡ് RBയിൽ പ്ലേസ് ചെയ്തപ്പോൾ RBയുടെ വാല്യൂ എന്തായിരുന്നു, 1 ആയിരുന്നു വന്നത്. എല്ലാ കേസിലും അങ്ങനെ ആയിരിക്കും. നമ്മൾ ഏത് പോയിന്റിന്റെ റിയാക്ഷൻ ആണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആ പോയിന്റിൽ ലോഡ് വന്ന് നിൽക്കുമ്പോൾ ആ ലോഡിന്റെ വാല്യൂ തന്നെ ആയിരിക്കും അവിടെ ഡെവലപ്പ് ചെയ്യുന്ന റിയാക്ഷൻ. അതെല്ലായിടത്തും സെയിം ആയിരിക്കും. ഇത്രയും ചെയ്ത ഡെറിവേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നമ്മൾ ഏത് ലോഡാണോ കൺസിഡർ ചെയ്യുന്നത്, ഏത് പോയിന്റിലെ റിയാക്ഷൻ ആണോ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് സപ്പോർട്ടിലെ റിയാക്ഷൻ ആണോ കൺസിഡർ ചെയ്യുന്നത്, അതിൻ്റെ മുകളിൽ ലോഡ് വന്ന് നിൽക്കുമ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന റിയാക്ഷൻ ആ ലോഡ് വാല്യൂ ആയിരിക്കും. ഇപ്പോൾ 1 kN ലോഡ് RBയുടെ മുകളിൽ വന്ന് നിൽക്കുമ്പോൾ റിയാക്ഷൻ ബി എന്താണ്, 1 kN ആണ്. പിന്നെ അത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ് ചെയ്യുമ്പോൾ ആ വാല്യൂ മാറുന്നുണ്ട്. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരച്ചു. അറ്റ് ഡിയിൽ റിയാക്ഷൻ ബി L plus B/L. അറ്റ് ബിയിൽ റിയാക്ഷൻ വാല്യൂ 1. പിന്നെന്തായിരുന്നു, എയിൽ റിയാക്ഷൻ ബിയുടെ വാല്യൂ 0 ആയിരുന്നു. എയിൽ റിയാക്ഷൻ ബിയുടെ വാല്യൂ 0 ആയിരുന്നു. സിയിൽ റിയാക്ഷൻ ബി -A/L. സോ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ റിയാക്ഷൻ അറ്റ് ബി കാൽക്കുലേറ്റ് ചെയ്തു. അടുത്ത എന്താ വേണ്ടേ, ഷിയർ ഫോഴ്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഷിയർ ഫോഴ്സ് അറ്റ് ഇ. അപ്പോൾ ഇയിൽ സെക്ഷൻ വരച്ചു.
നമുക്ക് എന്ത് വേണം? ആദ്യം സി എന്ന് പറഞ്ഞ പോർഷന്റെ ഷിയർ ഫോഴ്സ് ഇക്വേഷൻ എഴുതണം. അതിനെന്ത് ചെയ്തു? യൂണിറ്റ് ലോഡ് സി എയിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. സി എയിൽ പ്ലേസ് ചെയ്ത് യൂണിറ്റ് ലോഡ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം എ. ഇനി എന്ത് ചെയ്യാം? സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഉള്ള പോർഷൻ കൺസിഡർ ചെയ്യാം. ഇവിടെ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡ് പോർഷൻ ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് പോർഷൻ കൺസിഡർ ചെയ്തപ്പോൾ എഫ് എ സി, എ സിയുടെ ഇക്വേഷൻ ആണ് വേണ്ടത്. എ സിയുടെ പോർഷന്റെ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ എ മൈനസ് വൺ. സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ആണെങ്കിൽ പോസിറ്റീവ്, ഡൗൺവേർഡ് ആണെങ്കിൽ നെഗറ്റീവ്. അപ്പോൾ ആർ എ മൈനസ് വൺ. ആർ എയുടെ വാല്യൂ നേരത്തെ ഡിറൈവ് ചെയ്തതാണ്, എൽ പ്ലസ് എക്സ് ബൈ എൽ. ഇനി എന്ത് ചെയ്യണം? എൽ സി എം എടുത്തു കഴിയുമ്പോൾ എഫ് എ സി ഈസ് ഈക്വൽ ടു എക്സ് ബൈ എൽ. അടുത്ത എന്ത് ചെയ്യാം? യൂണിറ്റ് ലോഡ് സി പോയിന്റിലായിരുന്നെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? യൂണിറ്റ് ലോഡ് സി അല്ല എ പോയിന്റ്, ഫസ്റ്റ് എ പോയിന്റ് വെക്കാം. യൂണിറ്റ് ലോഡ് എ പോയിന്റിലായിരിക്കുമ്പോൾ എക്സിന്റെ വാല്യൂ 0. എക്സിന്റെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഷിയർ ഫോഴ്സ് അറ്റ് എ 0. ഇനി അടുത്ത യൂണിറ്റ് ലോഡ് സി പോയിന്റിലായിരിക്കുമ്പോൾ എക്സ് ഡിസ്റ്റൻസ് എന്തായിരിക്കും? എക്സ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എ. അപ്പോൾ എന്ത് വരുന്നു? എ ബൈ എൽ. എ ബൈ എൽ. അപ്പോൾ ഷിയർ ഫോഴ്സ് ലോഡ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഫസ്റ്റ് എന്തായിരുന്നു? എയിലെ ഷിയർ ഫോഴ്സ് വാല്യൂ, സിയിലെ ഷിയർ ഫോഴ്സ് വാല്യൂ എ ബൈ എൽ, പോസിറ്റീവ് വാല്യൂ അല്ലേ? എ ബൈ എൽ. എ ബൈ എൽ. എന്നിട്ട് എന്ത് ചെയ്തു? എ ഷിയർ ഫോഴ്സ് അറ്റ് എ 0. ഇനി അടുത്ത പോർഷൻ കൺസിഡർ ചെയ്യണം. എ ഇയിൽ വരുമ്പോൾ എങ്ങനെയാണ് ചേഞ്ച് വരുന്നതെന്ന് നോക്കണം. അതിനെന്ത് ചെയ്യാണ്? എ ഇയിൽ യൂണിറ്റ് ലോഡ് പ്ലേസ് ചെയ്തു. എ ഇയുടെ ഇടയ്ക്ക് യൂണിറ്റ് ലോഡ് പ്ലേസ് ചെയ്തു അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം എ. അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം എ. എന്നിട്ട് എന്ത് ചെയ്യാണ്? സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഉള്ള പോർഷൻ കൺസിഡർ ചെയ്ത് എ ഇയുടെ ഇക്വേഷൻ എഴുതാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ലെഫ്റ്റ് സൈഡ് ആണ്. എഫ് എ ഇ ഇസ് ഈക്വൽ ടു ആർ എ മൈനസ് വൺ. സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ഫോഴ്സ് പോസിറ്റീവ്, ഡൗൺവേർഡ് ഫോഴ്സ് നെഗറ്റീവ്. ഇനി എന്ത് ചെയ്യണം? ആർ എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഈ ആർ എയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു? ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് ബി എടുത്തു. അപ്പോൾ നമുക്ക് ആർ എയുടെ വാല്യൂ എൽ മൈനസ് എക്സ് ബൈ എൽ എന്ന് കിട്ടി. ആ വാല്യൂ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഈ പോർഷന്റെ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ കിട്ടി, മൈനസ് എക്സ് ബൈ എൽ. മൈനസ് എക്സ് ബൈ എൽ. ഈ 1 കിലോ ന്യൂട്ടൺ ലോഡ് എ പോയിന്റിൽ വെച്ചാൽ എന്തായിരിക്കും വരുന്നത്? ഷിയർ ഫോഴ്സിന്റെ വാല്യൂ 0 വരും. അറ്റ് എ എക്സ് ഇസ് ഈക്വൽ ടു 0. ഇനി അറ്റ് ഇയിൽ എക്സിന്റെ വാല്യൂ എന്ത് വരും? ഇസഡ് വരും. മൈനസ് ഇസഡ് ബൈ എൽ വരും. മൈനസ് ഇസഡ് ബൈ എൽ. അപ്പോ സിയില് ഷിയർ ഫോഴ്സിന്റെ വാല്യൂ എ ബൈ എൽ ആയിരുന്നു. 1 സെക്കൻഡ്. സിയില് ഷിയർ ഫോഴ്സിന്റെ വാല്യൂ എന്തായി? എ ബൈ എൽ എന്നായിരുന്നു. പിന്നെന്തായിരുന്നു? എയിലെ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ 0. ഈ കേസിലും 0 ആണ്, ഇവിടെയും 0 ആണ്. അടുത്ത എന്തായിരുന്നു വന്നേ? ഇയിലെ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ കിട്ടാൻ നമ്മൾ എന്താ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഇസഡ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട്. എക്സ് ഇസ് ഈക്വൽ ടു ഇസഡ് മൈനസ് ഇസഡ് ബൈ എൽ. അപ്പൊ എന്ത് വരും? മൈനസ് ഇസഡ് ബൈ എൽ. അപ്പോൾ ഇത്രയും നമ്മൾ വരച്ചു. ഇനി എന്ത് ചെയ്യണം? 1 കിലോ ന്യൂട്ടൺ യൂണിറ്റ് ലോഡ് ഇപ്പുറത്തെ സൈഡിലേക്ക് പ്ലേസ് ചെയ്യണം. ഇ ബിയിൽ പ്ലേസ് ചെയ്യണം. ഇ ബിയിൽ പ്ലേസ് ചെയ്തിട്ട് ഇ ബിയുടെ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് അതാണ്. മൈനസ് ഇസഡ് ബൈ എൽ. കണ്ടില്ലേ? ഇനി അടുത്തത് കണ്ടേ, ഇ ബിയിൽ 1 കിലോ ന്യൂട്ടൺ ലോഡ് പ്ലേസ് ചെയ്തു. 1 കിലോ ന്യൂട്ടൺ ലോഡ് പ്ലേസ് ചെയ്തിട്ട് ഇ ബി പോർഷന്റെ ഇക്വേഷൻ എഴുതി. ഇ ബി പോർഷൻ ഇക്വേഷൻ എഴുതാനായിട്ട് ഒന്നുകിൽ ലെഫ്റ്റ് കൺസിഡർ ചെയ്യാം, റൈറ്റ് കൺസിഡർ ചെയ്യാം. എളുപ്പം ഏതാണ്? ലെഫ്റ്റ് കൺസിഡർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് എഫ് ഇ ബി ഇസ് ഈക്വൽ ടു ആർ എ. ഇനി ആർ എയുടെ റിയാക്ഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്തു? ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് ബി എടുത്തു. അപ്പോൾ ആർ എ ഇൻറ്റു എൽ. ഈ ഡിസ്റ്റൻസ് എൽ ആണ്. അതാണ് ആർ എ ഇൻറ്റു എൽ മൈനസ് 1 ഇൻറ്റു എക്സ്. അപ്പോൾ ആർ എ ഇസ് ഈക്വൽ ടു എക്സ് ബൈ എൽ എന്ന് കിട്ടി. ഇനി ലോഡ് എവിടെ പ്ലേസ് ചെയ്യുന്നു? ലോഡ് നമ്മൾ ഇയിൽ പ്ലേസ് ചെയ്യുന്നു. ലോഡ് ഇയിൽ പ്ലേസ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ എന്ത് വരും? എക്സ് ഇസ് ഈക്വൽ ടു എൽ മൈനസ് ഇസഡ് എന്ന് വരും. അപ്പോൾ ഇക്വേഷനകത്ത് എക്സിന്റെ അടുത്ത് എൽ മൈനസ് ഇസഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
റിയാക്ഷൻ എയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തത് റിയാക്ഷൻ എയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് എക്സ് ബൈ എൽ ഇക്വേഷനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എക്സ് ബൈ എൽ എന്നിട്ട് താണ്ടേ എൽ മൈനസ് ഇസഡ് എക്സിന്റെ അടുത്ത് എൽ മൈനസ് ഇസഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എൽ മൈനസ് ഇസഡ് ബൈ എൽ അറ്റ് ബിയിൽ എന്തായിരുന്നു വന്നേ ബിയിൽ എക്സിന്റെ വാല്യൂ 0 അപ്പൊ എക്സിന്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ ഷിയർ ഫോഴ്സ് എന്ത് വന്നു 0 വന്നു. അപ്പോൾ ഇതുവരെ വരച്ചു വെച്ച് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാം. സിയിൽ നമുക്ക് എന്തായിരുന്നു ഒരു പോസിറ്റീവ് വാല്യൂ ആയിരുന്നു. സിയിൽ വന്ന പോസിറ്റീവ് വാല്യൂ എ ബൈ എൽ സിയിൽ എ ബൈ എൽ എഫ് എ 0 ഇവിടെ എന്തായിരുന്നു മൈനസ് ഇസഡ് ബൈ എൽ ആയിരുന്നു വന്നത്. ഇവിടെ വന്നപ്പോൾ എന്ത് വന്നു എൽ മൈനസ് ഇസഡ് ബൈ എൽ എഫ് ബി 0. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ച് വരയ്ക്കുമ്പോൾ ഷിയർ ഫോഴ്സ് ഇവിടെ ഇങ്ങനെ ഒരു പോസിറ്റീവ് വാല്യൂ വന്നു. പിന്നെന്തായിരുന്നു വന്നേ ഇവിടെ ഇങ്ങനെ 0 വന്നു. പിന്നെ എഫ് ഇ ഇസഡ് ബൈ എൽ ഇവിടെ വന്നപ്പോൾ എഫ് ഇ എന്താ വന്നത് എൽ മൈനസ് ഇസഡ് ബൈ എൽ എൽ മൈനസ് ഇസഡ് ബൈ എൽ വരുമ്പോൾ പോസിറ്റീവ് എൽ മൈനസ് ഇസഡ് ബൈ എൽ. പിന്നെ ബിയുടെ വാല്യൂ 0. അപ്പോൾ ഇത്രയും പോർഷന്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരച്ചു. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഷിയർ അറ്റ് ഇ. ഇനി എന്ത് ചെയ്യണം നമുക്ക് ബി ഡി പോർഷനിൽ ലോഡ് വരുമ്പോൾ മൂവിംഗ് ലോഡ് വരുമ്പോൾ എഫക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം ബി ഡി പോർഷനിൽ യൂണിറ്റ് ലോഡ് പ്ലേസ് ചെയ്യണം. ബി ഡി പോർഷനിൽ 1 kN യൂണിറ്റ് ലോഡ് പ്ലേസ് ചെയ്തു അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ബി. എന്നിട്ട് നമ്മൾ ഇ എന്ന് പറഞ്ഞ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്തു. ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ഫോഴ്സ് ആണ്. അപ്വേർഡ് ഫോഴ്സ് പോസിറ്റീവ് ആർ എ. അപ്പോൾ അതിനകത്ത് ആർ എയുടെ വാല്യൂ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു മൈനസ് എക്സ് ബൈ എൽ. വെൻ യൂണിറ്റ് ലോഡ് ഈസ് പ്ലേസ്ഡ് അറ്റ് സ്പാൻ ബി ഡി റിയാക്ഷൻ എ മൈനസ് എക്സ് ബൈ എൽ ആണ് നേരത്തെ ഡിറൈവ് ചെയ്തതാണ്. ഇനി അറ്റ് ബിയിലാണ് ലോഡ് നിൽക്കുന്നതെങ്കിൽ എക്സിന്റെ വാല്യൂ എന്ത് വരും എക്സിന്റെ വാല്യൂ ബിയിൽ ലോഡ് നിൽക്കുമ്പോൾ എക്സിന്റെ വാല്യൂ 0. അപ്പോൾ എഫ് ബി 0. ഈ ഡിയിലാണ് ലോഡ് നിൽക്കുന്നതെങ്കിൽ എക്സിന്റെ വാല്യൂ എന്ത് വരും ബി വരും മൈനസ് ബി ബൈ എൽ. അപ്പോൾ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ എന്തായിരിക്കും മൈനസ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഈ പോർഷനിൽ വരുന്നത്. ഷിയർ ഫോഴ്സ് ബി 0. നേരത്തെ നമ്മൾ വരച്ച എന്തായിരുന്നു സിന്ന് മുകളിലേക്ക് വന്നു. ഇവിടെ ഒരു പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആയിരുന്നു. പിന്നെന്തായി 0 ആയി. ഇവിടെ വന്നപ്പോൾ നെഗറ്റീവ് വാല്യൂ വന്നു. അവിടെ നമുക്ക് ഡയറക്റ്റ് പോസിറ്റീവ് വാല്യൂയിലേക്കാണ് വന്നത്. പിന്നെ എന്ത് വന്നു ബിയിലേക്ക് വന്നു. നമുക്ക് നോക്കാം എങ്ങനെയാണ്ടേ എ ബൈ എൽ പിന്നെ ഇസഡ് ബൈ എൽ എൽ മൈനസ് ഇസഡ് ബൈ എൽ ബിയിൽ 0 മൈനസ് ബി ബൈ എൽ. അടുത്ത എന്താ വരയ്ക്കേണ്ടത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ മൊമെന്റ് അറ്റ് ഇ. മൊമെന്റ് അറ്റ് ഇ വരയ്ക്കാനും എന്ത് ചെയ്യുക ഇവിടെ ഷിയർ ഫോഴ്സ് ഇക്വേഷൻ എഴുതിയ കണക്ക് തന്നെ ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻസ് എഴുതുക. ഫസ്റ്റ് എന്ത് കൺസിഡർ ചെയ്യുന്നു എ സി സ്പാനിൽ യൂണിറ്റ് ലോഡ് പ്ലേസ് ചെയ്യുന്നു. എ സി സ്പാനിൽ യൂണിറ്റ് ലോഡ് പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് ഈ എ സിയുടെ മൊമെന്റിന്റെ ഇക്വേഷൻ എടുക്കണം. മൊമെന്റിന്റെ ഇക്വേഷൻ എഴുതാനായിട്ട് നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം സെക്ഷന്റെ ലെഫ്റ്റ് സൈഡ് മാത്രം കൺസിഡർ ചെയ്യാം അല്ലെങ്കിൽ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യാം. ഇവിടെ റൈറ്റ് സൈഡ് എടുക്കുന്നതാണ് എളുപ്പം. റൈറ്റ് സൈഡിൽ എന്തേ ഉള്ളൂ ഒരു ലോഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് വരും ഇക്വേഷൻ മൊമെന്റ് സി എയുടെ മൊമെന്റിന്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ആർ ബി ഇൻറ്റു എൽ മൈനസ് എക്സ്. ആർ ബി എന്താ ഇതെന്താണ് ഇതിന്റെ എഫക്റ്റ് ഇവിടെ സാഗിങ് കോസ് ചെയ്യുന്നത് കൊണ്ട് പോസിറ്റീവ് ആണ്. അപ്പോൾ ആർ ബി ഇൻറ്റു എൽ മൈനസ് ഇസഡ് ആർ ബി ഇൻറ്റു എൽ മൈനസ് ഇസഡ്. ആർ ബിയുടെ വാല്യൂ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു മൈനസ് എക്സ് ബൈ എൽ. എന്നിട്ട് എന്ത് ചെയ്തു ഇതാണ് മൊമെന്റ് സി എയുടെ ഇക്വേഷൻ. ഇനി നമുക്ക് ലോഡ് എവിടെ പ്ലേസ് ചെയ്യാം ലോഡ് നമുക്ക് സി പോയിന്റിൽ ഒന്ന് പ്ലേസ് ചെയ്യാം. സി പോയിന്റിൽ പ്ലേസ് ചെയ്യുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എ വരും. എക്സ് ഈസ് ഈക്വൽ ടു എ വരുമ്പോൾ എക്സിന്റെ അടുത്ത് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു മൈനസ് എ ബൈ എൽ ഇൻറ്റു എൽ മൈനസ് ഇസഡ്. ഇനി ലോഡ് എന്ത് ചെയ്യാം ലോഡ് എ പോയിന്റിൽ പ്ലേസ് ചെയ്യാം. എ പോയിന്റിൽ പ്ലേസ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ 0. എക്സിന്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ എന്തായി മൊമെന്റിന്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 0. മൊമെന്റ് at A is equal to 0. അടുത്ത എന്താ ചെയ്യണ്ടേ നമുക്ക് സ്പാൻ എ ഇ കൺസിഡർ ചെയ്യാം. യൂണിറ്റ് ലോഡ് ഇൻ സ്പാൻ എ ഇ.
അടുത്ത എന്താ ചെയ്തേ, എ ഇയിലെ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ കിട്ടാനായിട്ട് യൂണിറ്റ് ലോഡ് എവിടെ പ്ലേസ് ചെയ്തു, എ ഇയിൽ പ്ലേസ് ചെയ്തു അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം എ. നമുക്ക് എന്ത് വേണം, ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ കാൽക്കുലേറ്റ് ചെയ്യണം. ഏത് സൈഡ് എടുക്കുന്നതായിരിക്കും നല്ലത്, സെക്ഷൻ്റെ ലെഫ്റ്റ് എടുക്കുന്നതാണോ റൈറ്റ് എടുക്കുന്നതാണോ നല്ലത്, സെക്ഷൻ്റെ റൈറ്റ് സൈഡ് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ സെക്ഷൻ്റെ റൈറ്റ് സൈഡ് എടുക്കുമ്പോൾ ആർ ബി ഇൻറ്റു എൽ മൈനസ് ഇസഡ്, ആർ ബി ഇൻറ്റു എൽ മൈനസ് ഇസഡ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് വാല്യൂ ആണ് വരുന്നത്, എന്ന് വെച്ചാൽ സാഗിങ് ആയിരിക്കും കോസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ആർ ബിയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും, ഇപ്പുറത്തെ സൈഡ് എടുക്കാനേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ആർ ബിയുടെ വാല്യൂ സെക്ഷൻ 1 കിലോ ന്യൂട്ടൺ ഇവിടെ നിൽക്കുമ്പോൾ ആർ ബിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആർ എയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത്. അതുകൊണ്ട് ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു പോർഷൻ എടുക്കുന്നത് റൈറ്റ് സൈഡ് ആണ്, ലെഫ്റ്റ് സൈഡ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്, ആർ എ ഇൻറ്റു ഇസഡ് മൈനസ് 1 ഇൻറ്റു ഇസഡ് ബൈ എക്സ്, ആർ എ ഇൻറ്റു ഇസഡ് മൈനസ് 1 ഇൻറ്റു ഇസഡ് ബൈ എക്സ്. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ എൽ മൈനസ് എക്സ് ബൈ എൽ ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് ബൈ എക്സ് എന്ന് കിട്ടി. ഇനി ലോഡ് നമുക്ക് ഈ പോയിന്റിൽ പ്ലേസ് ചെയ്യാം. ലോഡ് ഇയിൽ പ്ലേസ് ചെയ്യുമ്പോൾ ലോഡ് ഇയിൽ പ്ലേസ് ചെയ്തപ്പം എക്സ് ഈസ് ഈക്വൽ ടു ഇസഡ് വരും. എക്സ് ഈസ് ഈക്വൽ ടു ഇസഡ് വരികയാണെങ്കിൽ ഇക്വേഷനകത്ത് എക്സ് ഈസ് ഈക്വൽ ടു ഇസഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഈ ടേം അങ്ങ് 0 ആയിപ്പോൾ, ഇസഡ് മൈനസ് ഇസഡ് 0 ആയില്ലേ. അപ്പോൾ എൽ മൈനസ് ഇസഡ് ബൈ എൽ ഇൻറ്റു ഇസഡ്, മൊമെന്റ് അറ്റ് ഇ ഈസ് ഈക്വൽ ടു എൽ മൈനസ് ഇസഡ് ബൈ എൽ ഇൻറ്റു ഇസഡ്. അടുത്തത് യൂണിറ്റ് ലോഡ് എയിൽ പ്ലേസ് ചെയ്യും. യൂണിറ്റ് ലോഡ് എ പോയിന്റിൽ പ്ലേസ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ 0. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സിൻ്റെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൊമെന്റ് അറ്റ് എ ഈസ് ഈക്വൽ ടു 0 വരും. എക്സ് ഈസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും, ഇസഡ് വരും, മൈനസ് ഇസഡ് മൈനസ് ഇസഡ് എന്ന് വരും. അപ്പോൾ മൊമെന്റ് അറ്റ് എ ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അടുത്ത നമുക്ക് എന്ത് വേണം, യൂണിറ്റ് ലോഡ് സ്പാൻ ഇ ബിയിൽ പ്ലേസ് ചെയ്യുന്നു. യൂണിറ്റ് ലോഡ് ഇൻ സ്പാൻ ഇ ബി. ഇ ബിയിൽ യൂണിറ്റ് ലോഡ് പ്ലേസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ഇ ബിയുടെ മൊമെന്റിന്റെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യണം. ഇ ബിയുടെ മൊമെന്റിന്റെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സെക്ഷന്റെ റൈറ്റ് സൈഡ് എടുക്കാം. റൈറ്റ് സൈഡ് വേണ്ട, ലെഫ്റ്റ് സൈഡ് എടുക്കാം. ലെഫ്റ്റ് സൈഡിൽ ആർ എ മാത്രമേ ഉള്ളൂ. ആർ എയുടെ റിയാക്ഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു വെൻ ലോഡ് ഇ ബി സ്പാനിൽ നിൽക്കുമ്പോൾ റിയാക്ഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് വരും, മൊമെന്റ് എടുക്കുമ്പോൾ ആർ എ ഇൻറ്റു ഇസഡ് പോസിറ്റീവ് ആയിരിക്കും. ആർ എ ഇൻറ്റു ഇസഡ് ബിക്കോസ് സാഗിങ് ആണ് കോസ് ചെയ്യുന്നത്. അപ്പോൾ ആർ എ ഇൻറ്റു ഇസഡ്, ആർ എയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തത് എക്സ് ബൈ എൽ. അപ്പോൾ എക്സ് ബൈ എൽ ഇൻറ്റു ഇസഡ്. ഇനി ലോഡ് നമ്മൾ ഈ പോയിന്റിൽ പ്ലേസ് ചെയ്യണം. ലോഡ് ഈ പോയിന്റിൽ പ്ലേസ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ എന്ത് വരും, എൽ മൈനസ് ഇസഡ് വരും. അപ്പോൾ ഇക്വേഷനകത്ത് എക്സിന്റെ സ്ഥാനത്ത് എൽ മൈനസ് ഇസഡ് പ്ലേസ് ചെയ്യുക. എൽ മൈനസ് ഇസഡ് പ്ലേസ് ചെയ്യുമ്പോൾ എൽ മൈനസ് ഇസഡ് ഇൻറ്റു ഇസഡ്, എക്സിന്റെ അടുത്ത് എൽ മൈനസ് ഇസഡ്. അപ്പോൾ എൽ മൈനസ് ഇസഡ് ഇൻറ്റു ഇസഡ് ബൈ എൽ വന്നു. ഇനി അടുത്ത എന്ത് ചെയ്യുക, വെൻ ലോഡ് ഈസ് അറ്റ് ബി, ലോഡ് ബിയിലായിരിക്കും പ്ലേസ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ 0 വന്നു, 0. അപ്പോൾ ഇക്വേഷനകത്ത് എക്സിന്റെ പൊസിഷനിൽ പോയിന്റ് എക്സിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായി, ഇക്വേഷൻ 0 ആയിട്ട് മാറി. അപ്പോൾ മൊമെന്റ് അറ്റ് ബി ഈസ് ഈക്വൽ ടു 0, മൊമെന്റ് അറ്റ് ബി ഈസ് ഈക്വൽ ടു 0. അടുത്ത യൂണിറ്റ് ലോഡ് ഇൻ സ്പാൻ ബി ഡി. ബി ഡിയിൽ യൂണിറ്റ് ലോഡ് പ്ലേസ് ചെയ്തു. ബി ഡിയിൽ യൂണിറ്റ് ലോഡ് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് വേണം, ബി ഡിയിൽ മൊമെന്റിന്റെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ സെക്ഷൻ കട്ട് ചെയ്തു. സെക്ഷന്റെ ഏത് സൈഡ് എടുക്കുന്ന എളുപ്പം, സെക്ഷന്റെ ലെഫ്റ്റ് സൈഡ് എടുക്കാം. ലെഫ്റ്റ് സൈഡ് എടുക്കുമ്പോൾ ഇത് വരും, ആർ എ ഇൻറ്റു ആർ എ ഇൻറ്റു ഇസഡ്. ഇസഡ് എന്ന് പറയാൻ കാര്യം എന്താ, ഈ ഡിസ്റ്റൻസ് ഇസഡ് ആണ്. എൽ മുതൽ എ ഈ ഡിസ്റ്റൻസ് ഇസഡ് ആണ്. ആർ എ ഇൻറ്റു ഇസഡ്. ഇതെന്താ കോസ് ചെയ്യുന്നത്, പോസിറ്റീവ് അല്ലേ, സാഗിങ് അല്ലേ കോസ് ചെയ്യുന്നത്. അതുകൊണ്ട് പോസിറ്റീവ് ആർ എ ഇൻറ്റു ഇസഡ്. ആർ എയുടെ വാല്യൂ മൈനസ് എക്സ് ബൈ എൽ, നേരത്തെ ഡിറൈവ് ചെയ്തതാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, യൂണിറ്റ് ലോഡ് ഡി പോയിന്റിൽ പ്ലേസ് ചെയ്തു. ഡി പോയിന്റിൽ പ്ലേസ് ചെയ്തപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ഡി. അപ്പോൾ എന്ത് വരും, ഡിയിൽ പ്ലേസ് ചെയ്യുമ്പോൾ മൈനസ്
minus B into Z by L. ഇനി യൂണിറ്റ് ലോഡ് ബി പോയിന്റിൽ ഇരിക്കുമ്പോൾ എന്ത് വരും? യൂണിറ്റ് ലോഡ് ബി പോയിന്റാണ് വരുന്നതെങ്കിൽ എക്സിന്റെ വാല്യൂ 0 വരും. എക്സിന്റെ വാല്യൂ 0 വരികയാണെങ്കിൽ ടേം എന്തായി? ഷിയർ ഫോഴ്സ് അറ്റ് ബി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എല്ലാ ടേമിന്റെയും ഷിയർ ഫോഴ്സിന്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്താൽ മതി? ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരച്ചാൽ മതി. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എയിലും ബിയിലും ഷിയർ ഫോഴ്സ് 0 ആയിരുന്നു. ഇയില് പോസിറ്റീവ് ഇസഡ് ഇൻറ്റു എൽ മൈനസ് ഇസഡ് ബൈ എൽ. രണ്ട് സപ്പോർട്ടിലും എ ബൈ എൽ ഇൻറ്റു എൽ മൈനസ് ഇസഡ്, ഇവിടെ ബി ഇൻറ്റു ഇസഡ് ബൈ എൽ. ഇതായിരുന്നു നമുക്ക് കിട്ടിയ വാല്യൂസ്. നെക്സ്റ്റ്, ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ കാന്റിലിവർ ബീംസ്. ഒരു കാന്റിലിവർ ബീമിന്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. ഏതൊക്കെ വാല്യൂസ് വേണമെന്ന് നോക്കാം. Influence line diagram for shear force and bending moment at fixed end A and at section C. അപ്പോൾ സെക്ഷൻ സി, ഈ സെക്ഷൻ സിയുടെയും ഫിക്സഡ് എൻഡ് എയുടെയും ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റിന്റെയും ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കണം. സെക്ഷൻ സി is at a distance of Z from free end B. ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഷിയർ ഫോഴ്സ് അറ്റ് എ. അതിനെന്ത് ചെയ്തു? എ എന്ന് വെച്ചാൽ എന്താ? ഫിക്സഡ് സപ്പോർട്ടാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഒരു 1 കിലോ ന്യൂട്ടൺ ലോഡ് പ്ലേസ് ചെയ്തു, മൂവിംഗ് ലോഡ് പ്ലേസ് ചെയ്തു. 1 കിലോ ന്യൂട്ടൺ മൂവിംഗ് ലോഡ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ബി. ഇനി എന്ത് ചെയ്യാണ്? ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതുവാണ്. ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതാൻ നേരത്ത് നമുക്ക് ആകപ്പാടെ ഒരു ലോഡേ ഉള്ളൂ, 1 കിലോ ന്യൂട്ടൺ ലോഡ്. 1 കിലോ ന്യൂട്ടൺ ലോഡ് എങ്ങനെ ആക്ട് ചെയ്യുന്നത്? ഡൗൺവേർഡ്സ് ആണ് ആക്ട് ചെയ്തത്. നമ്മൾ കൺസിഡർ ചെയ്ത പോയിന്റ് എന്നാണ് എ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ എബൌട്ട് എ എന്താണ്? റൈറ്റ് സൈഡിൽ ഡൗൺവേർഡ് മൂവ് ചെയ്യാണ്. ഡൗൺവേർഡ് മൂവ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ഷിയർ ഫോഴ്സ് എഫ് എ ബി ഈസ് ഈക്വൽ ടു 1. നമുക്ക് വേറെ എക്സിന്റെ ടേംസോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതായിരിക്കും ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം. ത്രൂ ഔട്ട് ദ സ്പാൻ എന്തായിരിക്കും? 1 കിലോ ന്യൂട്ടൺ ആയിരിക്കും. എക്സ് ഇസ് ഈക്വൽ ടു 0 ആയാലും 1 കിലോ ന്യൂട്ടൺ, എക്സ് ഇസ് ഈക്വൽ ടു എൽ ആയാലും 1 കിലോ ന്യൂട്ടൺ. സോ നമുക്കൊരു പോസിറ്റീവ് 1 കിലോ ന്യൂട്ടൺ ആയിരിക്കും ഷിയർ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അടുത്ത് എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ മൊമെന്റ് അറ്റ് എ. മൊമെന്റ് അറ്റ് എ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്താ വേണ്ടേ? നമ്മൾ 1 കിലോ ന്യൂട്ടൺ ലോഡ് പ്ലേസ് ചെയ്തു അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ബി. ഇനി എന്ത് വേണം? ടേക്കിംഗ് മൊമെന്റ് എബൌട്ട് എ. ടേക്കിംഗ് മൊമെന്റ് എബൌട്ട് എ ചെയ്യുമ്പോൾ ഇതിങ്ങനെ വന്നാൽ സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഹോഗിങ് ആയിരിക്കും. ഹോഗിങ് ആകുമ്പോൾ എന്തായിരിക്കും? നെഗറ്റീവ് മൊമെന്റ്. അപ്പോൾ ലോഡ് വാല്യൂ 1, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എൽ മൈനസ് എക്സ്. അപ്പോൾ -1 ഇൻറ്റു എൽ മൈനസ് എക്സ്, -1 ഇൻറ്റു എൽ മൈനസ് എക്സ് ആണ് വാല്യൂ. ഇനി അറ്റ് ബി, ബിയിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. യൂണിറ്റ് ലോഡ് ബിയിൽ പ്ലേസ് ചെയ്താൽ എക്സിന്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ എക്സിന്റെ വാല്യൂ 0 ആകുമ്പോൾ മൊമെന്റ് അറ്റ് ബി is equal to -L. ഇനി 1 കിലോ ന്യൂട്ടൺ ലോഡ് എയിൽ വന്നാൽ വരുമ്പോൾ എന്ത് വരും? ഈ പോയിന്റിലാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ എക്സിന്റെ വാല്യൂ L ആയിട്ട് വരും. എക്സ് is equal to L. അപ്പോൾ L minus L എന്തായി? 0 ആയി. അപ്പോൾ മൊമെന്റ് അറ്റ് ബി is equal to 0. ഈ പോയിന്റിൽ നെഗറ്റീവ് എല്ലും എയിൽ 0 ആയും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ മൊമെന്റ് അറ്റ് എ വരുന്നത്. നെഗറ്റീവ് ആയിരിക്കും ബെൻഡിങ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഷിയർ ഫോഴ്സ് അറ്റ് സി. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഷിയർ ഫോഴ്സ് അറ്റ് സി. നമുക്കൊരു പോയിന്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു, സെക്ഷൻ സി. അപ്പോൾ ഈ സെക്ഷനിലെ എന്ത് കണ്ടുപിടിക്കണം? ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? സെക്ഷന്റെ റൈറ്റ് സൈഡിൽ ഒരു 1 കിലോ ന്യൂട്ടൺ ലോഡ് പ്ലേസ് ചെയ്തു. 1 കിലോ ന്യൂട്ടൺ ലോഡ് പ്ലേസ് ചെയ്തിട്ട് സെക്ഷന്റെ റൈറ്റ് സൈഡിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്തു. റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്തപ്പോൾ 1 കിലോ ന്യൂട്ടൺ ലോഡ് ആക്ടിങ് ഡൗൺവേർഡ്സ്. അപ്പോൾ എന്ത് വരും? ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ FCB is equal to +1. FCB is equal to +1. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ബിയും +1 ആണ്, ഷിയർ ഫോഴ്സ് അറ്റ് സിയും +1 ആണ്. നമുക്ക് എക്സിന്റെ ടേം ഒന്നും ഇക്വേഷനിലില്ല. ഇനി അടുത്ത എന്ത് വേണം? യൂണിറ്റ് ലോഡ് എ സി പോർഷനിൽ പ്ലേസ് ചെയ്തു അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ബി.
അപ്പോൾ ഇതാണ് സെക്ഷൻ. നമുക്ക് എന്ത് ചെയ്താൽ പോകുന്നെങ്കിൽ സെക്ഷൻ്റെ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യാം അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യാം. ഇവിടെ എന്ത് ചെയ്തു, സെക്ഷൻ്റെ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്തു. സെക്ഷൻ്റെ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്തപ്പോൾ എന്തെങ്കിലും ലോഡ് ഉണ്ടോ? ഇല്ല. അപ്പോൾ എഫ് സി ബി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എല്ലാ വാല്യൂസും 0 ആയി. സി എ 0, എഫ് എ 0, എഫ് സി 0. അപ്പോൾ നമ്മുടെ ഡയഗ്രാം എങ്ങനെ വന്നേ? നമ്മുടെ സി ബിയിൽ മാത്രം ഒരു 1 കിലോ ന്യൂട്ടൺ ഷിയർ ഫോഴ്സ് അറ്റ് B1, ഷിയർ ഫോഴ്സ് അറ്റ് C1. ഇതാണ്ടേ ഒരു പോസിറ്റീവ് വാല്യൂ ഈ ഒരു പോർഷനിൽ മാത്രം ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. അടുത്ത കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ മൊമെന്റ് അറ്റ് സി. മൊമെന്റ് അറ്റ് സിയിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, സെക്ഷന്റെ സി ബി പോർഷനിൽ 1 കിലോ ന്യൂട്ടൺ ലോഡ് പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് ഏത് പോർഷൻ മാത്രം കൺസിഡർ ചെയ്യുന്നു? റൈറ്റ് സൈഡ്, സെക്ഷന്റെ റൈറ്റ് സൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 1 കിലോ ന്യൂട്ടന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ലെങ്ത് എന്താ? ഇസഡ് മൈനസ് എക്സ്. അപ്പോൾ 1 ഇൻറ്റു ഇസഡ് മൈനസ് എക്സ് ഇതെന്തായിരിക്കും? ഹോഗ് ചെയ്യുമായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ -1 ഇൻറ്റു ഇസഡ് മൈനസ് എക്സ്, -1 ഇൻറ്റു ഇസഡ് മൈനസ് എക്സ്. ഇനി ബിയിലാകുമ്പോൾ എക്സിന്റെ വാല്യൂ 0. ബിയിൽ എക്സിന്റെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വന്നു? ബിയിൽ എക്സിന്റെ വാല്യൂ 0 ആകുമ്പോൾ എം ബിയിൽ മൈനസ് ഇസഡ്. ഇനി സി പോയിന്റ് നോക്കിക്കേ. സി പോയിന്റിലാകുമ്പോൾ എന്ത് വരും? എക്സിന്റെ വാല്യൂ ഇസഡ് വരും. എക്സിന്റെ വാല്യൂ ഇസഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിന്റെ വാല്യൂ ഇസഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇസഡ് മൈനസ് ഇസഡ് എന്ത് വന്നു? 0 വന്നു. ഇസഡ് മൈനസ് ഇസഡ് 0 വന്നു. അപ്പോൾ മൊമെന്റ് അറ്റ് സി 0, മൊമെന്റ് അറ്റ് ബി മൈനസ് ഇസഡ്. ഇനി അടുത്തൊരു പോർഷൻ കൺസിഡർ ചെയ്യണമായിരുന്നു. എന്തായിരുന്നു? ലോഡ് എ സി പോർഷൻ. ലോഡ് എ സി പോർഷനിൽ കൺസിഡർ ചെയ്തിട്ട് സെക്ഷൻ കട്ട് ചെയ്തു. സെക്ഷൻ കട്ട് ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ എന്തില്ല? ലോഡ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ 0 ആവും. മൊമെന്റ് അറ്റ് ബി ഇസ് ഈക്വൽ ടു, അപ്പോൾ മൊമെന്റ് എ സിയുടെ മൊമെന്റിന്റെ വാല്യൂ 0. എം എ സി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എ സിയിൽ മൊമെന്റ് വാല്യൂ ഇല്ല, സി പോയിന്റിൽ മൊമെന്റ് ഇല്ല, ബിയിൽ മൈനസ് ഇസഡ്.